2023 ദാദാ സാഹിബ് പുരസ്കാരം മോഹൻലാലിന് സെപ്റ്റംബർ 23 പുരസ്കാരം വിതരണം ചെയ്യും. വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, മോഹൻലാൽ എന്ന അതുല്യ നടന്റെ സിനിമാ ജീവിതത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാവുകയാണ് ഈ ഒരു പുരസ്കാരം. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും ഏകദേശം 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ മോഹൻലാലിനെ ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കൂടി തേടിയെത്തിയിരിക്കുകയാണ്. അല്പം മുന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലാണ് എന്നൊരു അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ വാർത്താ കുറിപ്പിൽ പറയുന്നത് ഇതാണ്: ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് സെലക്ഷൻ കമ്മിറ്റി, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ pleased to announce that Shri Mohanlal will be conferred the prestigious Dada Saheb Phalke Award 2023. മോഹൻലാൽസ് റിമാർക്കബിൾ സിനിമാറ്റിക് ജേർണി ഇൻസ്പയർഡ് ജനറേഷൻ. ഇത്തരത്തിലാണ് പറയുന്നത്. അതായത് മോഹൻലാലിന്റെ ആ ഒരു സിനിമാ ജീവിതം, സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സംഭാവനകളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മോഹൻലാലിന് ഇപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. 2023 പുരസ്കാരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ വരുന്ന ചൊവ്വാഴ്ച, അതായത് സെപ്റ്റംബർ 23 ഫിലിം അവാർഡ് പുരസ്കാരങ്ങളൊക്കെ നൽകുന്ന ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങിൽ തന്നെ മോഹൻലാലിനും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുകയും ചെയ്യും. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. മോഹൻലാലിനെ സംബന്ധിച്ച് നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട്. അതിൽ തന്നെ പത്മശ്രീ 2001 മോഹൻലാലിന് പത്മശ്രീ ലഭിക്കുന്നത്. 2019 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ടുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കൂടി മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത്. സിന്ധൂരി, അതായത് വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമഗ്ര സംഭാവനയ്ക്കാണ് ഇപ്പോൾ ലാലേട്ടന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അത് ഓരോ മലയാളികൾക്കും കൂടി അഭിമാനമായി മാറുകയാണ്, അല്ലേ? സിന്ധൂരി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് മലയാളികൾ കൂടി അഭിമാന നിമിഷമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പരമോന്നത ബഹുമതി തന്നെയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത്. അത് മോഹൻലാലിന്റെ ഒരു സിനിമ ചരിത്രം തന്നെ നോക്കിയാൽ വലിയ തലത്തിലുള്ള സംഭാവനകൾ മലയാള സിനിമയ്ക്ക് തന്നെ നൽകിയിട്ടുണ്ട് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ സ്വാഭാവിക നടനമടക്കം വലിയ പുരസ്കാരങ്ങൾ, അനവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ. അത്തരത്തിൽ മോഹൻലാലിനെ തേടി ഇത്തരത്തിലൊരു ഏറ്റവും പരമോന്നത പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചും വലിയ ഒരു അഭിമാന നിമിഷം തന്നെയാണ്. സിന്ധൂരി, അതെ, വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇത്രയും നാൾ നമുക്കറിയാം, ഇപ്പോൾ ലാലേട്ടൻ ഏറ്റവും അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയാണെങ്കിലും അതുവരെയുള്ളൊരു യാത്ര പരിശോധിക്കുകയാണെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെയും അത്ര കണ്ട് തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ആ ജീവനും ജീവിതവും നൽകിയാണ് ഓരോ കഥാപാത്രങ്ങളെയും ലാലേട്ടൻ നമുക്ക് സമ്മാനിക്കുന്നത്. ആ ഒരു അഭിനയ പാടവത്തിന് അല്ലെങ്കിൽ ആ ഒരു അഭിനയ ജീവിതത്തിന് നൽകിയിരിക്കുന്ന ഒരു സമഗ്ര സംഭാവനയായിട്ടാണ് ഇപ്പോൾ ഈ പുരസ്കാരം രാജ്യം തന്നെ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരു രാജ്യാന്തര അംഗീകാരമായി മാറുകയാണ്, അതല്ലേ? സിന്ധൂരി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് മോഹൻലാലിന്റെ ഒരു അഭിനയ ജീവിതം എന്ന് പറയുന്നത്. കാരണം സ്വാഭാവിക അഭിനയത്തിന് ഏറ്റവും പേരുകേട്ട മലയാള നടൻ തന്നെയാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ വേറിട്ട നിരവധി കഥാപാത്രങ്ങളെ മോഹൻലാൽ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പ്രേക്ഷകരിലേക്ക്, ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും നിരവധി പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ തന്നെ ചെയ്യാൻ മോഹൻലാലിന് സാധിച്ചിരുന്നു. ഇപ്പോഴും മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വം പോലും വലിയ വിജയകരമായി തന്നെ തിയേറ്ററുകളിൽ എത്തിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സമഗ്ര സംഭാവനകൾ, അതായത്
മോഹൻലാലിന്റെ സിനിമ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതാണ്. ഏത് വേഷമായാലും അതിന്റെ തനത്, ഏത് കഥാപാത്രമായാലും ആ കഥാപാത്രം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് മോഹൻലാൽ ആ കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത്തരത്തിൽ വലിയ അഭിനന്ദനങ്ങളൊക്കെ തന്നെ എക്കാലവും നേടിയിട്ടുള്ള മോഹൻലാലാണ്. നേരത്തെ പലതവണ ദേശീയ പുരസ്കാരങ്ങൾ മോഹൻലാലിനെ തേടി എത്തിയിട്ടുണ്ട്. 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ ലഭിച്ചു. അതിനും പിന്നാലെയാണ് ഇപ്പോൾ മലയാളികൾക്ക് കൂടി ഏറ്റവും അഭിമാനകരമായി കൊണ്ട് സിനിമ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൂടിയായിട്ടുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. അതായത് വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ മോഹൻലാലിന്റെ ഒരു സിനിമാ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലുകൾ പോലും അഭിനയിക്കുന്ന എത്രയെത്ര അഭിനയ മുഹൂർത്തങ്ങൾ, എത്രയെത്ര സിനിമകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു ആദ്യ കാലഘട്ടം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങി അവിടെ നിങ്ങോട്ട് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും, ആ ഓരോ കഥാപാത്രങ്ങൾക്കും എത്രത്തോളം മനോഹരമാക്കുവാൻ സാധിക്കുമോ അത്തരത്തിൽ തന്റെ അഭിനയ പാടവം മുന്നിട്ട് നിർത്തിയിട്ടാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരങ്ങളൊന്നും അദ്ദേഹത്തിന് അധികമല്ല എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്ന കാര്യം. ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയായി മാറുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഈ ഒരു ഹൃദയപൂർവ്വം സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസിലും നമ്മൾ പറഞ്ഞതാണ്, അദ്ദേഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും അഭിനയത്തെ ഒരേപോലെ സ്നേഹിക്കുന്ന, ഇപ്പോഴും അഭിനയം പഠിക്കുന്നത്, ഇപ്പോഴും അഭിനയിക്കുവാൻ അത്ര കണ്ട് ആഗ്രഹമുള്ള ഒരു അഭിനേതാവിന് രാജ്യം നൽകുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയായി മാറുകയാണ് ഈ ഒരു പുരസ്കാരം. ആ ഒരു പുരസ്കാരത്തിന്റെ സന്തോഷം നമുക്ക് എല്ലാവരിലേക്കും കൂടി പകരുകയാണ്, അല്ലേ? സിന്ധുരി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മലയാളികൾക്കൊക്കെ തന്നെ വളരെയധികം സന്തോഷം അല്ലെങ്കിൽ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മലയാളികളൊക്കെ തന്നെ ഈ സിനിമ, മലയാള സിനിമ വളരുന്നത് പോലും മോഹൻലാൽ ഇത്തരത്തിലുള്ള നടന്മാരിലൂടെയാണ്. ആ മോഹൻലാൽ എത്രയോ കഥാപാത്രങ്ങളാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിച്ചത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങിയപ്പോൾ ഹൃദയപൂർവ്വത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 4 പതിറ്റാണ്ടിലെ ഈ സിനിമ ജീവിതത്തിൽ നിരവധി കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച മോഹൻലാലിന് ഇത്തരമൊരു പുരസ്കാരം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് കൂടി അഭിമാനിക്കാനുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ച് ഇതിപ്പോൾ രണ്ടാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മലയാള സിനിമാ മേഖലയെ തേടിയെത്തുന്നത്. നേരത്തെ അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ നിന്നും, അല്ലെങ്കിൽ ഒരു മലയാളി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ആ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഈ പരമോന്നത പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ഇത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം നടക്കുന്ന ഈ വരുന്ന ചൊവ്വാഴ്ച തന്നെയാണ് മോഹൻലാലിനും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കുക.